നിങ്ങളുടെ സൈക്കിൾ ഏത് മോഡലുമാകട്ടെ റിപ്പയർ ചെയ്തു തരുന്നു. സൈക്കിൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ വീനസിലൂടെ. ഇപ്പോൾ വീനസ് സൈക്കിളിൽ വിഷു ഓഫറുകൾ. വീനസ് സൈക്കിൾ പാർക്ക് ആൻഡ് ടോയ്സ്, കാളികാവ് റോഡ്, വാണിയമ്പലം. 110 കേസിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി വാഗേൽ അക്ബറിനെ കാളികാവിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കാളികാവ് അമ്പലക്കുന്നിലുള്ള വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച കേസിലാണ് പാലക്കാട് ഒളിവിൽ കഴിയവേ പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പിന് എത്തിച്ച പ്രതി ഒരു കൂസലുമില്ലാതെ സംഭവങ്ങളെല്ലാം പോലീസിനോട് വിവരിച്ചു. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒക്ടോബർ 23 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കാളികാവ് അമ്പലക്കുന്ന് സ്വദേശി വള്ളിപ്പാടൻ ഷാജിയുടെ വീട്ടിലാണ് പ്രതി മോഷണം നടത്തിയത്. വീടിന്റെ മുൻവാതിൽ കത്തിച്ചകത്ത് കയറിയ പ്രതി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഷാജിയുടെ മകൾ പന്നിക്കോടൻ ഷിഫ്നയുടെ 2.25 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 47,000 രൂപയും മോഷ്ടിച്ചിരുന്നു. ഷിഫ്നയുടെ പിതാവ് ഷാജി സുഖമില്ലാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വീട്ടിൽ ആളില്ലാത്ത തക്കം നോക്കിയാണ് പ്രതി മോഷണം നടത്തിയത്. തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. സംഭവം നടന്ന ശേഷം ഒളിവിൽ പോയ പ്രതി അട്ടപ്പാടി മലയോര മേഖലയിൽ ഒളിവിൽ താമസിച്ചു വരുന്നുണ്ടെന്ന് പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചകളോളം പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. തോട്ടം തൊഴിലാളി എന്ന വ്യാജേനെ ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതി പോലീസിനെ കണ്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്ന് പിടികൂടി. മോഷണം നടത്തുന്ന മുതലുകൾ വിറ്റ് ഗോവയിലും മറ്റും ആഡംബര ജീവിതം നയിക്കുന്ന പ്രതി കഴിഞ്ഞ തവണ നേപ്പാളിൽ വരെ കൂട്ടുപ്രതികളോടൊപ്പം ഉല്ലാസയാത്ര നടത്തിയിരുന്നു. 110 മോഷണ കേസുകളിൽ പ്രതിയായ അക്ബർ കഴിഞ്ഞ ജൂലൈയിലാണ് ജയിൽ മോചിതനായത്. കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ ഷാജിമോന്റെ നേതൃത്വത്തിൽ SIമാരായ അബ്ദുൾ റസാഖ് T, അൻവർ സാദത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ക്ലിന്റ് ജേക്കബ്, പ്രത്യേക അന്വേഷണ സംഘത്തിലെ സുനിൽ മമ്പാട്, T നിഭിൻദാസ്, ജിയോ ജേക്കബ്, സാബിർ അലി, P സജീഷ്, CK സജേഷ്, കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കള്ളങ്കാരി അന്ന് ആശുപത്രിയിലെ ലെൻസിന്റെ ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റായി കിടന്ന ഓപ്പറേഷൻ്റെ അന്നാണ് ഇവിടെ കയറിയിട്ടുണ്ടെന്നില്ലാണ് എൻ്റെ അറിവ്. അത് അപ്പോൾ എൻ്റെ അയൽവാസി ഇവിടെ ബൈക്ക് കൊണ്ട് നിർത്തലുണ്ട്. വാതിൽ തുറന്നു നടന്നപ്പോൾ ഇതിനുള്ളിൽ നിന്ന് പൂച്ച പോകണപ്പോഴാണ് ഓൻ വാതിൽ തുറന്നിട്ട് ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് മൊത്തം വാരി വലിച്ചിട്ടാണ്ട് രീതിയിൽ വാതിൽ കത്തിച്ച രീതിയിലൊക്കെ കാണുന്നത്. അപ്പോഴാണ് കള്ളം കയറിയിരിക്കണമെന്നില്ല നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളെ ധാരണ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് ആണ് ഇവിടെ കയറിയിട്ടുള്ളതെന്നില്ലാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ അയൽവാസി ഓൻ എന്നും ഇവിടെ വണ്ടി നിർത്തുന്ന ആളാണ്. ഓലെ വീട്ടിലേക്ക് വണ്ടി കയറാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഓൻ്റെ മൂത്തച്ഛയാണ് വിളിച്ചാണ്ട് നമ്മളോട് പറയുന്നത്. ഞാൻ അന്ന് ICUവിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ചികിത്സക്ക് കൊടുന്ന് വെച്ച കാശല്ല, മണ്ണടിക്കാൻ വേണ്ടിയിട്ട് മൈസൂമാഷിൻ്റെ അടുത്ത് തന്നേൽപ്പിച്ച കാശാണ് പോയത്, നഷ്ടപ്പെട്ട്. പിന്നെ മരുമോൻ്റെ മകളെ പൊട്ടിയ സ്വർണ്ണാഭരണം. ന്യൂസ് ബ്യൂറോ, കാളികാവ്.